നമസ്കാരം. 5/3/2026 ശമ്പള പരിഷ്കരണത്തിൻ്റെ ഓർഡർ ഇറങ്ങി. ഓർഡർ മീൻസ് കമ്മീഷനെ വെച്ചുകൊണ്ടുള്ള ഓർഡർ ഇറങ്ങി. അടുത്ത 3 മാസക്കാലം കേരളത്തിൽ തിരഞ്ഞെടുപ്പുമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ആരവം നടക്കുന്നു. അതോടൊപ്പം തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷനും പ്രവർത്തിക്കും. ഡോക്ടർ വി പി ജോയി ആണ് അതിൻ്റെ ചെയർമാനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അഡ്വക്കേറ്റ് രാജഗോപാലൻ നായർ, പിന്നെ വേറെ രണ്ട് ശോഭ അഡീഷണൽ സെക്രട്ടറി ഫിനാൻസിലെ തന്നെ മറ്റൊരു അഡീഷണൽ സെക്രട്ടറി ലതികയെന്നോ സംതിങ് ലൈക്ക് ദാറ്റ്, അതുകൊണ്ട് പേരിലുള്ള 4 പേർ മറ്റുമാണ് കമ്മിറ്റി. ഇത് അവരോട് ഒരു TOR കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്, ഒരു ടേംസ് ഓഫ് റെഫറൻസ്. പക്ഷേ അത് വളരെ വേഗമായിട്ടുള്ള ഒരു TOR ആണ്, വളരെ വളരെ വൈഡായിട്ടുള്ള ഒരു TOR ആണ്. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ഏത് തരത്തിൽ വേണോ ജോയിക്ക് മുമ്പോട്ട് പോകാം. സർക്കാർ സംവിധാനങ്ങളിൽ അനുഭവ പരിചയവും ചീഫ് സെക്രട്ടറി വരെ എത്തിയിട്ടുള്ള ആളാണ് ജോയ്, PP ജോയ്. പക്ഷേ എന്നാലും മറ്റവർ 2 പേരും ചീഫ് സെക്രട്ടറിമാരാണ്, അഡീഷണൽ സെക്രട്ടറിമാരാണ്. അപ്പോൾ അവരെല്ലാം ഈ രംഗത്ത് അനുഭവ പരിചയമുള്ളവരാണ്. എന്നാലും ചില കാര്യങ്ങൾ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസമായി സുഭാഷിതം ചാനലും ഞങ്ങളുടെ ഗ്ലോബൽ മലയാളി ന്യൂസ് ചാനലും സമാഹരിച്ചിട്ടുള്ള വിവരങ്ങൾ ഒരു 10-15 പോയിന്റുകൾ BP ജോയിയുടെ ശ്രദ്ധയ്ക്ക് വയ്ക്കുകയാണ്. ഇതിവിടുത്തെ സർവീസ് സംഘടനകളും ചർച്ച ചെയ്യണം, BP ജോയിക്ക് എത്തിക്കുകയും വേണം. സർവീസ് സംഘടനകളുമായി ചർച്ച നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇതെൻ്റെ അഭിപ്രായമല്ല, വ്യത്യസ്തമായ സമൂഹത്തിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള വിവരങ്ങൾ അങ്ങനെ ഒരു അവസരത്തിൽ ഞങ്ങൾ പറയുകയാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിന് താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പുതിയ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. വീഡിയോ ഇടുന്ന ആളിനെ തെറി പറയുകയും അയാളുടെ രാഷ്ട്രീയം നോക്കുകയും അത്തരം കാര്യങ്ങൾ പറയാതെ വീഡിയോയിൽ പറയുന്ന മെരിറ്റ് അനുസരിച്ച് നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മനോഹരമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനാണ് വെച്ചിരിക്കുന്നത്. കമ്മീഷൻ പരിഗണിക്കേണ്ടുന്ന 3-4 കാര്യങ്ങളുണ്ട്. 1, ജനസൗഹൃദമായിരിക്കണം സർവീസ് മേഖല. അതിന് എന്തൊക്കെ തീരുമാനങ്ങൾ ശമ്പള പരിഷ്കരണ കമ്മീഷന് മുന്നോട്ട് വെക്കാൻ പറ്റുമോ അതൊക്കെ തീരുമാനം വെക്കണം. 1, നിശ്ചിത ദിവസത്തിനപ്പുറം ഫയലുകൾ ഓരോ ഘട്ടത്തിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. നമ്പർ 1, അതിനൊരു ഡെഡ് ലൈൻ ഇടേണ്ടതാണ്. നമ്പർ 2, അത്യാവശ്യമുള്ള ഫയലുകൾ ഹൈറാർക്കിയെ ലംഘിച്ചുകൊണ്ട് നമ്പറിട്ട് പോയാൽ മതി. ഇപ്പോൾ നേരത്തെ ഇലക്ട്രോണിക്സ് യുഗമാണ്, അത് ഈ ഫയലാണ്, അതുകൊണ്ട് ആർക്കും ഏത് ഫയലും എപ്പോഴും എടുക്കാൻ പറ്റും. അത് അത്യാവശ്യമുള്ള ഫയലുകൾ ഈ അസിസ്റ്റൻറ്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ, പിന്നെ അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഹൈറാർക്കി റിലേഷൻ ഒഴിച്ച് വളരെ പ്രധാനപ്പെട്ട ഫയലുകൾ, എമർജൻസി ഉള്ള ഫയലുകൾ ഡയറക്റ്റായിട്ട് ഒരു അണ്ടർ സെക്രട്ടറി അല്ലെങ്കിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ലെവലിലേക്കൊക്കെ വിടാനുള്ള ഒരു സംവിധാനം അവർ നോക്കി മുകളിലേക്ക് കാര്യങ്ങൾ അയക്കുകയും, കാര്യം നോട്ട് എഴുതുന്ന കാര്യമല്ലേ ഉള്ളൂ. അവർക്ക് വേണമെങ്കിൽ പിന്നെ അസിസ്റ്റൻറ്റിനെ കൂടെ വിളിച്ചിരുത്തി സഹായിച്ച് നോട്ട് എഴുതി പോവാം അവർക്ക്, അല്ലെങ്കിൽ സ്വയം വിളിച്ചിരുത്തി പോവാം. അങ്ങനെ ആ തരത്തിൽ ഹൈറാർക്കിയൽ ബ്രേക്ക് ഒന്ന് കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് നന്നായിരിക്കും. ഞാനൊക്കെ പീപ്പിൾ ഫ്രണ്ട്ലിയാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും ഇതിനെ സംബന്ധിച്ച് നിശ്ചിത ദിവസത്തിനകം അവിടുത്തെ ഫയൽ ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉദ്യോഗസ്ഥരിൽ ഫിക്സ് ചെയ്യണം. ഞാൻ റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ട് ബെനിഫിറ്റ്സ് പറയാം. അതുപോലെ DA പ്രഖ്യാപിച്ചാൽ 2 മാസത്തിനകം അല്ലെങ്കിൽ 3 മാസത്തിനകം DA കൊടുക്കണം. DAയുടെ കൺസെപ്റ്റ് തന്നെ അത് സർക്കാർ ജീവനക്കാരായാലും പെൻഷൻകാരായാലും DR വാങ്ങുന്നവരായാലും ആ സമയത്ത് പ്രഖ്യാപിക്കുന്ന സമയത്തുള്ള വില സൂചിക അനുസരിച്ച് അവർക്ക് ഉയർന്ന ജീവിത നിലവാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ടാണ് പണം കൊടുക്കുന്നത്. അതുകൊണ്ട് DA പ്രഖ്യാപിച്ചാൽ വിത്തിൻ 3 മാസത്തിനകം ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ശമ്പളത്തിലേക്ക് അത് പോകുന്നതായിരിക്കണം. ഒരു കാരണവശാലും അത് PF-ലെല്ലാം കൊണ്ടിട്ട് അതിനെ ലയിപ്പിച്ച് പിന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ DA പ്രഖ്യാപിച്ചാൽ 3 മാസത്തിനകം അത് ഓട്ടോമാറ്റിക്കായി അവരുടെ ശമ്പളത്തിനകത്ത് വരുന്ന രീതിയിൽ, മാക്സിമം 3 മാസത്തിനകത്ത് വരുന്ന രീതിയിൽ പോകണം. അപ്പോൾ അടുത്ത 6 മാസം കൊണ്ട് പ്രഖ്യാപിക്കുക, അടുത്ത 3 മാസം, അങ്ങനെ DA കൃത്യമായി കിട്ടുന്ന നിലയിലേക്ക് ഒന്ന് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. DR അതുപോലെ തന്നെ ഇതുവരെ കൊടുക്കാനുള്ള DR, DA അനാമലികൾ കൃത്യമായി പരിഹരിക്കണം. അടുത്ത ശമ്പള പരിഷ്കരണ കമ്മീഷൻ പരിഹരിക്കേണ്ട ഒരു വിഷയം ജില്ലാതല അദാലത്തുകൾ സംഘടിപ്പിക്കണം. ജില്ലാതലത്തിൽ മതി, സംസ്ഥാന തലത്തിൽ വേണ്ട. സംസ്ഥാന തലമായപ്പോൾ എല്ലാവരും സംസ്ഥാന തലത്തിൽ വരേണ്ടി വരും. ജില്ലാതലത്തിൽ താഴെട്ടായി പോയാൽ ഒരുപാട് നടത്തേണ്ടത്. ജില്ലാതല അദാലത്തുകൾ നടത്തണം. 100 കണക്കിന് പരാതികളാണ് സർവീസിലുള്ളവരും സർവീസിൽ നിന്ന് പുറത്തു പോയവരും DR വാങ്ങുന്നവരും അല്ലെങ്കിൽ പെൻഷൻ പറ്റുന്നവരും ഞങ്ങൾക്ക് അയച്ചു തരുന്ന ഇൻഡിവിജ്വൽ കേസാണ്.
അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ കേസ് എടുത്ത് ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് VP ജോയിയോടുള്ള ഒരു പ്രത്യേക അഭ്യർത്ഥന, ഡോക്ടർ VP ജോയി ജില്ലാതല അദാലത്തുകൾ ഈ ശമ്പള പരിഷ്കരണവും ബെനിഫിറ്റ് സേവന വേതന വ്യവസ്ഥയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. വേതന വ്യവസ്ഥയിൽ സേവനം വിട്ടേക്കുക, വേതന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന അനാമലികൾ പരിഹരിക്കുന്നതിന് ഒരു 14 ജില്ലയിലെങ്കിലും ഒരു പ്രാവശ്യം ജില്ലാതല അദാലത്തുകൾ വിളിക്കുന്നതിനെക്കുറിച്ച് ഒരു ശുപാർശ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീ സൗഹൃദമാക്കുമെന്ന് പറയുന്നു. സ്ത്രീ സൗഹൃദമാക്കുകയാണെങ്കിൽ ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് പ്രസവ സമയത്തും ആ ഒരു മാസക്കാലം, അത് 1 മാസം വേണോ 15 ദിവസം വേണോ എന്നൊക്കെ കമ്മീഷന് തീരുമാനിക്കാം, ഭർത്താവിന് കൂടി അവധി കൊടുക്കണം, ലീവ് കൊടുക്കണം. കാരണം ലോകത്തെ വിവിധ രാജ്യങ്ങളിലുണ്ട്. ഭർത്താവിന് കൂടി അവധി കൊടുക്കുന്ന ഒരു സംവിധാനം ആലോചിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രസവ ഡേറ്റിന്, പ്രസവം നടക്കുന്ന തീയതി, മിക്കവാറും ഇപ്പോൾ ഹോസ്പിറ്റലുകളിലാണ് മിക്കവാറും എല്ലാവരും, ആ തീയതിയിൽ ആ ഏറ്റവും അടുത്ത കുടുംബ ബന്ധുക്കൾക്ക്, ഭർത്താവ്, മക്കൾ, അച്ഛൻ, ഇങ്ങനെ വളരെ അടുത്ത അമ്മ, ആ ഫാമിലിയിൽപ്പെട്ട വളരെ അടുത്ത ആളുകൾക്ക് ഒരു ലീവ്, എന്തായാലും പിന്നെ അവർക്ക് മാത്രം പോകാനുള്ളൊരു ലീവ് അനുവദിച്ച് കൊടുക്കണം. കാരണം പ്രസവം എന്നൊക്കെ പറയുന്നത് പുതിയ കുഞ്ഞുങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകാനൊക്കെ വലിയ താല്പര്യമൊക്കെയാണ് ആ ദിവസം. അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് പ്രസവത്തോടനുബന്ധിച്ച് കൊടുക്കാവുന്ന മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതാണ്. അത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ 1ാമത്തെ പിറന്നാൾ, ഇങ്ങനെ പിറന്നാൾ ദിവസമൊക്കെ ആദ്യത്തെ ഒരു 5 വയസ്സ് വരെയുള്ള പിറന്നാൾ ദിവസത്തിൽ അവർക്ക് സ്പെഷ്യലായിട്ട് അവർക്ക് ലീവ് കൊടുക്കണം. കാരണം അങ്ങനെയാണ് ഇത് വിമൻ ഫ്രണ്ട്ലി ആവുന്നത്. ഓഫീസുകളിൽ വിമൻ ഫ്രണ്ട്ലി സൗകര്യങ്ങൾ പരമാവധി, ഇപ്പോൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട ഓഫീസുകളിലെല്ലാം ഈ ബാത്റൂമുകളും സംവിധാനങ്ങളൊക്കെ ഒന്നും വിമൻ ഫ്രണ്ട്ലി അല്ല. വെള്ളമുണ്ടെങ്കിൽ വെളിച്ചമില്ല, വെളിച്ചമുണ്ടെങ്കിൽ മറ്റൊന്നും കാണില്ല. അത് വലിയ വിഷയമാണ്. അപ്പോൾ ശമ്പള പരിഷ്കരണക്കാർക്ക് അതിനകത്ത് TOR സ്കോപ്പ് ഉണ്ടോ എന്നറിയില്ല. പക്ഷെ കാരണം വിമൻസ് ഫ്രണ്ട്ലി ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ കൃത്യമായി ചെയ്യാനുള്ള ഒരു സംവിധാനം. അതുപോലെ തന്നെ ഈ പെൻഷൻ വാങ്ങുന്നവർ വലിയ തോതിലാണ് അവിടെ പെൻഷൻ വാങ്ങുന്ന ട്രഷറികളിൽ ചെന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർക്ക് ഇരിക്കാനും അവർക്ക് പിന്നെ അത്യാവശ്യം പത്രങ്ങളും വായിക്കുവാനും അവർക്ക് വെള്ളം കുടിക്കുവാനും കഴിയുമെങ്കിൽ കോഫി കൊടുക്കുവാനും ഒക്കെ ഉള്ള ട്രഷറികളിലെ കുറച്ചൊരു പീപ്പിൾ സൗഹൃദമാക്കുന്നത് നന്നായിരിക്കും. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശം ഞങ്ങൾ വയ്ക്കുന്നത്, ഒരു ഓഫീസിൽ ഒരു ഓഫീസർ പ്രവർത്തിക്കുന്നു. അത് പിയൂണ് മുതൽ അല്ലെങ്കിൽ ചെറിയ കണ്ടിജൻസി ജീവനക്കാർ മുതൽ ചീഫ് സെക്രട്ടറി വരെ സർക്കാർ ജീവനക്കാരാണല്ലോ. അവർക്ക് അവരുടെ ലീവ്, ക്യാഷ്വൽ ലീവ് എടുത്ത് തീർന്നു പോയി, ഏണ്ട ലീവൊക്കെ തീർന്നു. കാരണം അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു, അമ്മയ്ക്ക് അസുഖം വന്നു, എന്തെങ്കിലും കുടുംബത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെ ലീവ് തീർന്നു പോയാൽ, അല്ലെങ്കിൽ 2 ലീവ് വച്ചേക്കണം, അതിന് ഭാവിയിലേക്ക് 2 ലീവ് വച്ചേക്കണം, ബാക്കി 18 ലീവും തീർന്നു പോയാൽ സഹപ്രവർത്തകർക്ക് ഇവർക്ക് ലീവ് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഒരു ഓഫീസിൽ 10 പേരുണ്ടെങ്കിൽ ചിലർക്ക് വലിയ പ്രശ്നങ്ങൾ കാണത്തില്ല, ചിലർക്ക് എന്നും പ്രശ്നങ്ങളായിരിക്കും, എന്നും അസുഖങ്ങളും പ്രശ്നങ്ങളും കുടുംബ പ്രാരാബ്ദവും വേണ്ട പ്രശ്നങ്ങളായിരിക്കും. അങ്ങനെയുള്ളവർക്ക് സുഹൃത്തുക്കളുടെ ലീവ് കോമ്പൻസേറ്ററി ലീവായിട്ട് അങ്ങോട്ട് കൊടുക്കാം. അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഷെർലി എന്ന് പറയുന്ന ഒരാളിനാണ് അസുഖമുണ്ടെങ്കിൽ, കുഞ്ഞമ്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റൊരു ശോഭന എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ, ശോഭനയുടെ 20 ലീവിൽ നിന്ന് 1 or 2 ലീവ് ഷെർലിക്ക് കൊടുക്കാം, 20 വരെയും കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വർഷാവസാനമൊക്കെ ആകുമ്പോൾ ചിലർക്ക് ടൂർ പോകുന്നതിന് അല്ലെങ്കിൽ നീണ്ട ചികിത്സ ചെയ്യുന്നതിന് ഒക്കെ വലിയ സൗകര്യമായിരിക്കും. ഇത് ഒരു നഷ്ടവുമില്ല. മറ്റാൾ ജോലിക്ക് വരണം എന്നുള്ളതല്ലേ ഉള്ളൂ. ഒരാളിന് പകരം മറ്റൊരാൾ ജോലിക്ക് വരുന്നു. ഈ ലീവ് എന്തായാലും അവർ നഷ്ടപ്പെട്ട ലീവ് എടുക്കണം, ലോസ് ഓഫ് പേ ലീവ് എടുക്കണം. ആ ലീവ് എടുക്കുന്നതിനേക്കാളും അവർക്ക് ലീവ് കൊടുക്കണം. ഇത് മറ്റൊരാളിൻ്റെ ലീവ് എടുക്കാനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ അങ്ങനെ DA സമയത്ത് കൊടുക്കുക, DR സമയത്ത് കൊടുക്കുക. പിന്നെ അത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ ഒരു കാരണവശാലും ഇപ്പോൾ 26 31 പോകാൻ പാടില്ല എന്നുള്ള നിലയിൽ ശമ്പള പരിഷ്കരണ കമ്മീഷനുകൾ കൃത്യസമയത്ത് കൂടണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ലീവ് സറണ്ടർ വളരെ കൃത്യമായി കൊടുക്കണം. ഫിറ്റ്മെൻറ്റ് അലവൻസിന് ഒരു താരിഫ് ഉണ്ടാക്കണം, ഒരു തമ്പ് റൂൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഫിറ്റ്മെൻറ്റ് ബാലൻസ് ആണല്ലോ, ഇഷ്ടമുള്ള ഒരു അലവൻസ് വയ്ക്കാം ഗവൺമെൻറ്റിന്. അത് പറ്റത്തില്ല. അതിനൊരു റേഷ്യോ നിശ്ചയിക്കണം. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ VP ജോയി നോക്കണം. ഞങ്ങളൊരു 6-7 കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. ഇനിയും ഇത് നീളും, ഈ ലിസ്റ്റ് നീളും. ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഇത് കാര്യങ്ങൾ ചേർത്താൽ അതുകൂടി നമ്മൾ അയക്കുന്നതാണ്. 100 കണക്കിന് കേസുകളാണ് സർവീസ് മാറ്ററുകളായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുകളിലും ഹൈക്കോടതികളിലും സുപ്രീം കോടതികളിലും കിടക്കുന്നത്. അത് അദാലത്തുകൾ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിഹരിക്കാൻ കഴിയും. സർക്കാർ ഉദ്യോഗസ്ഥരുടെ അദാലത്ത് വെച്ച് അത് പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തണം. ഇനി ബാക്കി നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, തുടർ വീഡിയോ ആയി അത് വരുന്നതാണ്.